യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് വെള്ളിയാഴ്ച ദിവസം ദൈവവചനം ശ്രദ്ധയോടെ കേൾക്കാൻ ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തിന്, സമയത്തിന്, ആയുസ്സിന്, ആരോഗ്യത്തിന് നമുക്ക് നന്ദി പറയാം. ഇതൊരു ദൈവാനുഗ്രഹമായി കാണാം. പ്രഭാതത്തിൽ തന്നെ ദൈവവചനം കേട്ട് പ്രാർത്ഥനയോടെ ഒരു ദിവസം ആരംഭിക്കുന്നത് അതൊരനുഗ്രഹമായി തന്നെ മാറും. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ദൈവവചനം കേൾക്കുമ്പോൾ സത്യത്തിൽ എന്താ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഒരാൾ ഏറ്റവും ആത്മാർത്ഥതയോടെയാണ് ദൈവവചനം ശ്രദ്ധിച്ചത് കേട്ട് സ്വീകരിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ ഒരംശം ആ വ്യക്തിയിൽ വന്ന് നിറയും. ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം, ഒരു കടാക്ഷം ആ വ്യക്തിക്ക് ലഭിക്കും. ഞാൻ വിശ്വസിക്കുന്നത്, ദൈവവചനം കേൾക്കുന്ന ഒരാളെ ദൈവം അവരെ തൊടുന്നുണ്ടെന്ന, ദൈവം അവരെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവം അവരെ തൊടുന്ന അനുഭവം ഉള്ളതുകൊണ്ടാണ് ലക്ഷക്കണക്കിന് ആളുകൾ ദൈവവചനം ഇന്ന് സ്വീകരിക്കുന്നത്. ഇന്ന് വെള്ളിയാഴ്ച 7 ആശീർവാദത്തോടെയുള്ള ദിവികാരുണ്യ പ്രദക്ഷിണം രാവിലെ 8:15 ആരംഭിക്കുന്ന ദിവസമാണ്. അതൊരു അനുഗ്രഹീത ശുശ്രൂഷ തന്നെയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഈ വചനം പറയുമ്പോൾ ഞാൻ മാതാപിതാക്കളോട് ഒക്കെ പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. നിങ്ങൾ മാതാപിതാക്കൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കണം. നിങ്ങൾ കേൾക്കുന്ന ഈ വചനം അവർക്ക് പകർന്നു കൊടുക്കണം. ഞാനൊരു കാര്യം ശ്രദ്ധിച്ച് പറയാം. എത്ര സമ്പത്തുണ്ടെന്ന് പറഞ്ഞാലും, എത്ര കോടീശ്വരനായി എന്ന് പറഞ്ഞാലും, വീട്ടുമുറ്റത്ത് എത്ര കോടികളുടെ വാഹനം മേടിച്ച് സ്വന്തമായിട്ടുണ്ടെന്ന് പറഞ്ഞാലും, എത്ര പ്രശസ്തനാണെന്ന് പറഞ്ഞാലും, മക്കൾ വഴിതെറ്റിപ്പോയാൽ ആ കുടുംബം, ആ മാതാപിതാക്കളുടെ ജീവിതം ഒരു പരാജയമാണ്. ബാക്കിയെല്ലാം ഉണ്ട്, പക്ഷെ മക്കളകന്നുപോയി. മക്കൾക്ക് മാതാപിതാക്കളോട് സ്നേഹമില്ല, അവർ വഴിതെറ്റിപ്പോയി എങ്കിൽ ആ ജീവിതം, ആ പണം, ആ പ്രശസ്തി, ആ വാഹനം എല്ലാം തികഞ്ഞൊരു പരാജയമായിട്ട് മാറും. മാതാപിതാക്കൾ ഇന്ന് വചനം കേൾക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവകൃപയിൽ മക്കളെ നേർവഴിക്ക് നയിക്കാനുള്ള കൃപ വേണം. മക്കളെ നേർവഴിക്ക് നയിക്കാൻ കൃപ, അത് നിങ്ങൾക്ക് വേണം. അതോടൊപ്പം ശ്രദ്ധിച്ച്, നിങ്ങൾ കേൾക്കുന്ന വചനം നിങ്ങളുടെ മക്കളെ കൂടി കേൾപ്പിക്കണം. അപ്പോൾ അവരിലേക്ക് ആ കൃപ പകർന്നു കിട്ടും. ഞാനൊരു വാക്യം വായിക്കാം. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം, 2 തിമോത്തിയോസ് 2:2. എൻ്റെ മകനെ, നീ യേശുക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കണം. അടുത്തത്, അനേകം സാക്ഷികളുടെ മുമ്പിൽ വച്ച് നീ എന്നിൽ നിന്ന് കേട്ടവ മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നു കൊടുക്കണം. അല്ലെങ്കിൽ അത് അവരിലെത്തില്ല. പകർന്നു കൊടുക്കുക. ഒരു വാക്ക് കണ്ടോ? ബൈബിളിൽ നല്ല അർത്ഥമുള്ള, സൗന്ദര്യമുള്ളൊരു വാക്കാണ് പകർന്നു കൊടുക്കുക. ഒന്നും കൂടെ വായിക്കാം. അനേകം സാക്ഷികളുടെ മുമ്പിൽ വച്ച് നീ എന്നിൽ നിന്ന് കേട്ടവ, ദൈവത്തിൽ നിന്ന് കേട്ടത് മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നു കൊടുക്കണം, ഷെയർ ചെയ്യണം. നമ്മൾ കേൾക്കുന്ന ഈ വചനം നിങ്ങളുടെ ബന്ധുക്കൾ, പ്രിയപ്പെട്ടവർ, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ ഇടവകയിലെ ആളുകൾ, നിങ്ങളുടെ അയൽവാസികൾ,
നന്മ ആഗ്രഹിച്ച് അത് പകർന്നു കൊടുക്കണം. എന്നറിയാമോ, നമ്മൾ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട, ചെറിയ കാര്യം ചെയ്താൽ മതി. നമുക്ക് ഇങ്ങനെയൊക്കെ പകർന്നു കൊടുക്കാൻ നന്മയുള്ളൊരു മനസ്സുണ്ടെന്നിരിക്കട്ടെ. വലിയ കഠിനാധ്വാനം ഒന്നും ചെയ്യണ്ട. നന്മയുള്ളൊരു മനസ്സുണ്ടെങ്കിൽ ദൈവം തരുന്ന ഒത്തിരി നന്മകൾ നിങ്ങളുടെ അടുത്ത് വരും, നിങ്ങളുടെ ജീവിതത്തിൽ വരും. പകർന്നു കൊടുക്കണം. ഞാനൊരു കാര്യം ഇങ്ങനെ കേട്ടു, പിൻഗാമി ഇല്ലാത്ത വിജയം പരാജയമാണെന്ന്. പിൻഗാമിയില്ല, അവരുടെ ജീവിതം ഒരു വിജയമാണെന്ന് തോന്നിയാലും പരാജയമാണ്. ഉദാഹരണം, ഞാനൊരാളെ പരിചയപ്പെട്ടു. അദ്ദേഹം വലിയൊരു ബിസിനസ്സുകാരനാണ്. വലിയ ബിസിനസ്സൊക്കെ അദ്ദേഹത്തിനുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മക്കൾ ഇവിടെ നിന്നൊക്കെ പോയി വേറെ രാജ്യത്തൊക്കെ എത്തി. ഇപ്പം അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നമുണ്ട്. നാട്ടിൽ നല്ല അറിയപ്പെടുന്ന ബിസിനസ്സാണ്. പക്ഷേ അതിനൊരു പിന്തുടർച്ചയില്ല. അത് പകർന്നു കൊടുക്കാൻ കഴിഞ്ഞില്ല. ആ ഒരു ബിസിനസ് കൊണ്ടു നടക്കാൻ, അത് പകർന്ന് മക്കളിൽ ഒരാളിലേക്ക് കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർ വേറെ കാര്യങ്ങളിലൊക്കെയായി. ഇപ്പം മക്കൾ പറയുന്നത്, പപ്പ ആ ബിസിനസ്സൊക്കെ കള, അടങ്ങി ഒതുങ്ങിയിരിക്കുക, ഇനി അങ്ങോട്ടൊന്നും പോകണ്ട, ആരോഗ്യമൊക്കെ ശ്രദ്ധിച്ചിരിക്കുക, അവരാരും ഇങ്ങോട്ട് വരത്തില്ല. ആ ബിസിനസ്, ഞാൻ പറയുവാണ്, പിൻഗാമിയില്ലാത്ത വിജയം പരാജയമാണ്. പകർന്നു കൊടുക്കണം. എന്ത് കാര്യത്തിലും മറ്റൊരാൾക്ക് ഉപകാരമുള്ളത് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കണം. എല്ലാം നിങ്ങൾക്ക് നല്ല അർത്ഥത്തിൽ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. പകർന്നു കൊടുക്കണം. വചനം പകർന്നു കൊടുക്കണം. പ്രാർത്ഥന പകർന്നു കൊടുക്കണം. അത് പകർന്നു കൊടുക്കുമ്പോഴാണ് ദൈവാനുഗ്രഹത്തിൻ്റെ പകർച്ച ഉണ്ടാവുക. ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ ആരാധിക്കണം. ദൈവവചനം പ്രാർത്ഥിക്കുന്ന ഒരാളാണോ, അത് പകർന്നു കൊടുക്കണം. അത് പിശുക്കില്ലാതെ, സ്വാർത്ഥതയില്ലാതെ. ഞാൻ ആർക്കും കൊടുക്കുകയില്ല, ഇനി അവരെങ്ങാനും കേട്ടിട്ട് അനുഗ്രഹിക്കപ്പെട്ടാലോ, ചിന്തിക്കല്ല്. ദൈവം നമ്മുടെ ഹൃദയമാണ് നോക്കുന്നത്. മനസ്സ്, നല്ല മനസ്സോടെ പകർന്നു കൊടുക്കാവോ, നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി നന്മകളുണ്ടാവും. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന ചില നന്മകളാണ് മനുഷ്യൻ്റെ പ്രതിസന്ധികൾക്ക് പരിഹാരമാകുന്നതാ വചനം. അത് പഠിപ്പിക്കാൻ കഴിവുള്ള മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. നിങ്ങളൊരു സുവിശേഷ വേല ചെയ്യുന്ന ആളാണോ, നിങ്ങളുടെ മക്കൾ സുവിശേഷ വേല ചെയ്യാൻ ഉള്ള ആ കഴിവ് പകർന്നു കൊടുക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരാളാണോ, പ്രാർത്ഥന പകർന്നു കൊടുക്കണം. എല്ലാ കാര്യങ്ങളും നന്മയായിട്ടുള്ളത് പകർന്നു കൊടുക്കണം, പകർന്നു കൊടുക്കണം. ബിസിനസ് ചെയ്യുന്ന മാതാപിതാക്കൾ അവരുടെ മക്കൾക്ക് ബിസിനസ് പകർന്നു കൊടുക്കണം. അത് ചെയ്യാനുള്ള കഴിവ് പകർന്നു കൊടുക്കണം. നന്നായിട്ട് പഠിച്ച് ജോലി ചെയ്യുന്ന ആളുകൾ അതേ പൊസിഷനിൽ, അതിനേക്കാൾ ഉയരത്തിലെത്താനുള്ള കഴിവ് ദൈവകൃപയിൽ പകർന്നു കൊടുത്തുകൊണ്ടിരിക്കണം. അത് വളരെ ചെറുപ്പത്തിലേ പകർന്നു കൊടുക്കണം. പിൻഗാമി ഇല്ലാത്ത വിജയം പരാജയമാണ്. പിൻഗാമിയില്ല, അവിടെ കൊണ്ട് തീരുവാണ്. അവർക്ക് പിള്ളേരൊന്നും താല്പര്യമില്ല, വിശ്വാസമില്ല, പ്രാർത്ഥനയില്ല, പള്ളിയിൽ കയറത്തില്ല, ദൈവവചനം കേൾക്കില്ല. ആ ജീവിതം വിജയമാണെന്ന് ചിന്തിക്കരുത്, പരാജയമാണ്. പിൻഗാമി, നമ്മുടെ മുമ്പേ പോകും, നമ്മുടെ തൊട്ട് പുറകെ വരുന്നവർ നമ്മളെക്കാൾ നന്നായിട്ട് വരുമ്പോഴാണ് നമ്മുടെ ജീവിതം ഒരു വിജയമാകുന്നത്. നമ്മളെക്കാൾ പ്രാർത്ഥിക്കുന്നവർ നമ്മുടെ തൊട്ട് പുറകെ എഴുന്നേറ്റ് വരണം. നമ്മളെക്കാൾ ശക്തരായ ദൈവവചനം ശുശ്രൂഷിക്കുന്ന ആളുകൾ നമ്മുടെ തൊട്ട് പുറകെ എഴുന്നേറ്റ് വരണം. അതിന് നമുക്ക് കിട്ടിയ ബോധ്യങ്ങൾ, നല്ല ചിന്തകൾ, തീരുമാനങ്ങൾ, ദൈവസ്നേഹം, അഭിഷേകം, അത് പകർന്നു കൊടുക്കണം. പ്രാർത്ഥിക്കാം. ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, അങ്ങയുടെ സന്നദ്ധിയിലേക്ക് ഇന്ന് വചനം കേട്ട എല്ലാവരെയും ഓർക്കുവാണ്. അതിൽ 100 ആവശ്യങ്ങളുള്ളവരുണ്ട്. രോഗപീഠകളിൽ കഴിയുന്നവരുണ്ട്, ഹോസ്പിറ്റലുകളിൽ കഴിയുന്നവർ. കുറച്ച് പൈസ കിട്ടിയിരുന്നെങ്കിൽ ആ കാര്യം നടത്തി കൊടുക്കാമായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്നവർ, ഫീസ് അടയ്ക്കാൻ ബുദ്ധിമുട്ടുന്നവർ, ഭക്ഷണത്തിനായി ബുദ്ധിമുട്ടുന്നവർ,
വീടുമായി ബന്ധപ്പെട്ട് വേദനിക്കുന്നവർ, ജോലിയുമായി ബന്ധപ്പെട്ട് വേദനിക്കുന്നവർ, മക്കളോടുള്ള ബന്ധത്തിൽ വിഷമിക്കുന്നവർ, കുടുംബക്കാരുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ, വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, തലമുറയുമായി ബന്ധപ്പെട്ട ഭാരമുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളെയും ഓർക്കുന്നു. നല്ല ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ബൈബിൾ പറഞ്ഞൊരു വാക്കാണ് പകർന്നു കൊടുക്കുക. ഞാനതാ ചെയ്യുന്നത്. പകർന്നു കൊടുക്കുക. ദൈവസ്നേഹത്തെ, പ്രാർത്ഥനയെ, വചനത്തെ പകർന്നു കൊടുക്കുക. അവർ അനുഗ്രഹിക്കപ്പെട്ടോളും. നല്ല ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ വചനം പറഞ്ഞപ്പോഴേ ഒരു കാര്യം ഓർമ്മ വന്നു, ഒന്ന് പറയട്ടെ. ഈ പകർന്നു കൊടുക്കാനുണ്ടല്ലോ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും സാക്ഷ്യവും വേണം. അല്ലെങ്കിൽ അത് ആരും സ്വീകരിക്കത്തില്ല. പകർന്നു കൊടുക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വേണം. അല്ലാത്തവർക്കത് പകർന്നു കൊടുക്കാൻ കഴിയില്ല. കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ തരണമേ. ഒരു വചനം, നിങ്ങൾ കേൾക്കുന്ന വചനേ 10 പേർക്ക് അയച്ചു കൊടുക്കണമെങ്കിൽ ബുദ്ധി പോരാ, ചിന്ത പോരാ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം വേണം. ചുമ്മാ ഒരു പ്രാവശ്യമൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ നിയോഗത്തോടെ ചെയ്യാൻ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകവും ഒരു സാക്ഷിയൊക്കെ വേണം. നിങ്ങളിലതുണ്ടാകട്ടെ, നിങ്ങൾക്കത് ലഭിക്കട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ മാറിപ്പോകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിങ്ങൾക്കുണ്ടാകട്ടെ. ദിവസവും 5:30 എഴുന്നേറ്റ് ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. വിവിധ സമയങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ കേൾക്കുന്നവർ, കാണുന്നവർ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട നിങ്ങൾ, എഴുതിയെടുത്ത നിങ്ങൾ, അയച്ചു കൊടുത്ത നിങ്ങൾ, അതൊരു ശുശ്രൂഷ പോലെ ചെയ്യുന്ന സകലരെയും ഞങ്ങളുടെ പ്രാർത്ഥന ഉറപ്പ് നൽകുന്നു. ദൈവാനുഗ്രഹം ഉറപ്പ് നൽകുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ല ദിവസം ആശംസിക്കുന്നു. നാളെ ശനിയാഴ്ചയാണ്. 5:30 ഒരുമിച്ച് വചനം കേൾക്കണം. അനുഗ്രഹമാണ്. മുടങ്ങരുത്. ആ സമയം നഷ്ടപ്പെടുത്തരുത്. 5:30 തന്നെ ഒരുമിച്ച് വചനം കേൾക്കാൻ ഭാഗ്യമുണ്ടാകട്ടെ. നാളെയും ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.